ഹലോ എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ലോക്ക്ഡൗണിൻ്റെ ഇളവുകളൊക്കെ എടുത്തു കളയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ലോക്ക്ഡൗണിൽ വരുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ പ്രവർത്തനാനുമതിയുള്ള വിപണിയിലെ സ്ഥാപനങ്ങൾ, അതായത് ജ്വല്ലറി, അതുപോലെ തന്നെ ഫുട്വെയർ, ടെക്സ്റ്റൈൽസ് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾക്ക്, മൊബൈൽ ഷോപ്പ്, ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്ക് നിലവിൽ പ്രവർത്തനാനുമതിയുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനാനുമതിയുള്ള സ്ഥാപനങ്ങൾക്ക് നാളെ, അതായത് ജൂൺ 4-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ 5-ാം തീയതി മുതൽ ജൂൺ 9-ാം തീയതി വരെ ഇവക്ക് പ്രവർത്തനാനുമതിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഷോപ്പുകൾക്ക് ജൂൺ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ പ്രവർത്തനാനുമതി ഉണ്ടാവുകയില്ല. ഇനി എന്തൊക്കെ ഷോപ്പുകൾ ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. അവശ്യവസ്തുക്കളുടെ കടകൾ, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും, അതായത് പാക്കേജിംഗ് ഉൾപ്പെടെയുള്ളതാണ്, അത് വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്കു മാത്രമേ ജൂൺ 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ പ്രവർത്തനാനുമതി ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ജൂൺ 9-ാം തീയതി വരെയാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജൂൺ 4-ന് പായ് വസ്തുക്കളുടെ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാൻ സാധിക്കുന്നതാണ്. മുന്നേ മറ്റൊരു അറിയിപ്പുണ്ടായിരുന്നു. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ തുടങ്ങിയവ 50% ജീവനക്കാരെ വെച്ചുകൊണ്ട് ജൂൺ 7-ാം തീയതി മുതൽ ഓപ്പൺ ചെയ്യുമെന്നുള്ളത്. അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ജൂൺ 10-ാം തീയതി മുതലാണ് അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്ത് യാത്രാനുമതിയുള്ള ആളുകൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുത്തേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് മാത്രമാണ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരിക. അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും കേരളത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ 3-ാം തരംഗം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള മുൻകരുതൽ, അതായത് കൂടുതൽ ജാഗ്രത പാലിക്കണം. ആൾക്കൂട്ടം ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾ, അതായത് മറ്റു സംസ്ഥാനത്തിലുള്ള ആളുകൾ, ജോലിക്ക് വന്നിട്ടുള്ള ആളുകൾ, അവരെ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലെ മുഴുവൻ പേരെയും വാക്സിനേറ്റ് ചെയ്യും. രോഗലക്ഷണങ്ങളിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കും. അതുപോലെ തന്നെ ജനിതക പഠനവും നടത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രായമായ റബ്ബർ മരങ്ങൾ മുറിച്ച് നീക്കുന്നതിനും പുതിയ റബ്ബർ തൈകൾ വെച്ചു പിടിപ്പിക്കുന്നതിനുമുള്ള അനുമതി ഉണ്ടാവുന്നതാണ്. മാലിന്യം നീക്കം ചെയ്യുന്ന തൊഴിലാളികൾക്കും പ്രവർത്തനാനുമതി നൽകുന്നതാണ്. അതുപോലെ തന്നെ പല ടൗണുകളിലൊക്കെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. ഇത്തരത്തിൽ ഫ്ലാറ്റുകളിൽ കോവിഡ് പോസിറ്റീവ് ശ്രദ്ധയിൽപ്പെട്ടാൽ മുന്നറിയിപ്പ് നൽകണം. ഏത് ഫ്ലാറ്റിലാണ് രോഗബാധയുള്ളതെന്ന് നോട്ടീസ് ബോർഡിലൂടെ അറിയിക്കണം. ആരോഗ്യ കേന്ദ്രങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും നഗരസഭയായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരെയും നിങ്ങൾ വിവരം അറിയിക്കണം. ഈ ചുമതലകൾ അതത് ഫ്ലാറ്റുകളിലെ റെസിഡൻസ് അസോസിയേഷനുകൾ നിർബന്ധമായും ഏറ്റെടുത്ത് നിറവേറ്റണമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലാറ്റുകളിലെ ലിഫ്റ്റ് ദിവസേന 3 തവണയെങ്കിലും സാനിറ്റൈസ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വെക്കുക.